കിട്ടിയ ഓട്ടം പിടിച്ച് നേരെ മൂന്നാർക്ക്. പിന്നെ നമ്മള് ദേശീയ ബസ്സായ KSRTC നമ്മളെ മൂന്നാറിന്റെ സ്വന്തം തേയിലത്തോട്ടത്ത് കൂടെ ഇക്കണ്ണാണ് മാട്ടുപ്പെട്ടി ഡാം. 1954 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിക്കായി ഉണ്ടാക്കിയാണ് ഈ ഡാം. നടന്നു പോകുമ്പോ കാണുന്നതിലും അടിപൊളിയായിട്ടാണ് നമ്മള് KSRTC പോകുമ്പോ കാണുന്ന കാഴ്ച കേട്ടോ. നമ്മള് വട്ടവടത്തിന്റെ ഒരു അടയാളാണ് ഈ കാണുന്ന പച്ചപ്പ്. അടുത്ത നമ്മള് പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ. ഈ ഫോറസ്റ്റ് ആണ് ഈ ആരോ കത്തിച്ചും ചെയ്തിരിക്കണ്. ഇത് എങ്ങനെ കത്തിയാന്ന് അടുത്തിരിക്കണ ആക്കാനോട് ചോദിച്ചപ്പോ മൂപ്പരും അറിയാതെ കാട്ടുതീ പടരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ചെയ്യുന്നതാണത്രേ. വട്ടവടയിൽ നമുക്കൊരു ജീപ്പ് കിട്ടി, 2000 ഉറുപ്പിക. അരിമുത്തുന്നാണ് നമ്മളെ ഡ്രൈവർ. പരമാവധി കട്ടർ ഒഴിവാക്കിയിട്ട് മൂപ്പര് നമ്മളെ ഈ കൊണ്ടുപോണേ. സേഫ് ആയിട്ട് എത്തിക്കാന്നൊക്കെ പറഞ്ഞിക്കണേ. അതിന്റെ ഇടയിൽ കൂടെ ചെറിയൊരു കൈസഹായം നമ്മളെ കൊണ്ട് പറ്റണേ നമ്മള് ചെയ്യണ്ടേ, അത് നമ്മൾ ചെയ്തു. കേറിയ മലന്റെ ആദ്യത്തെ തട്ടിലാണ് ഇപ്പൊ നമ്മള് നിൽക്കണത്. ഇവിടെ ജീപ്പ് നിർത്തിയപ്പോ നമ്മൾ വിചാരിച്ചു ഇത്രേ ഉള്ളൂ. ഇവരോട് ചോദിച്ചപ്പോ മൂപ്പരും അറിയാം ഇതൊന്നല്ല മക്കളെ, ഇതിക്കും മേലെ കാണാനുണ്ട്. അങ്ങനെ മൂപ്പര് നമ്മൾ ആദ്യം കൊണ്ടുപോയത് ഈ ബ്ലാക്ക്ബെറി തോട്ടത്തേക്ക്. ഇതാണ് നമ്മളെ പ്രത്യക്ഷേട്ടൻ. മൂപ്പര് കോഴിക്കോട്ടുകാരനാണ്. നമ്മക്ക് മൂപ്പര് കിട്ടിയത് മൂന്നാറിനാ. മൂപ്പര് ഒറ്റക്കാണ്, നമ്മളും ഒറ്റക്കാണ്. അപ്പൊ പിന്നെ നമ്മളാണ് ഫ്രണ്ട്സായി. അങ്ങനെ നമ്മളിപ്പോ എത്തിക്കണ മലന്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി വണ്ടി പോകില്ലെന്നോ പറയണേ. നമ്മൾ വിടുവോ? ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ മലന്റെ കാലം കയറിയില്ല പറഞ്ഞ മോശമല്ലേ. കയറാൻ പറ്റുന്നിടത്തോളം കയറി. ഏകദേശം മുകളിലെത്തിയപ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി മക്കളെ. ഇതാണ് കാഴ്ച. ഒരു വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് ഭൂമിക്ക് നോക്കുമ്പോ എങ്ങനെ അതുപോലെ. മലന്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയ ചങ്ങന്മാരാണ് ഇത്. ഓലപ്പം കൂടിയപ്പോ ഒരു വെള്ളച്ചാട്ടവും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്നും തിരിച്ച് നമുക്ക് പിന്നെ കാണാം.